കഴിഞ്ഞ തവണത്തെ CSIR നെറ്റ് ഫിസിക്സ് പരീക്ഷയുടെ റിസൾട്ട് കുറച്ച് താമസിച്ചാണ് വന്നത്. അപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടും കുറച്ച് താമസിച്ചാണ് വന്നത്. പരീക്ഷ മാറ്റിവെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ട് താമസിച്ച് വന്നതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ താമസിക്കും, പരീക്ഷയും താമസിക്കും. ഇനി ഡിസംബറിലാണോ ജനുവരിയിലാണോ പരീക്ഷ നടക്കുക എന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. അപ്പോൾ ആൾക്കാരെല്ലാം കൺഫ്യൂസ്ഡാണ്. ഈ റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കുറച്ച് മാർക്കുകൾക്കൊക്കെ മിസ്സായിട്ടുള്ള ആൾക്കാർ അവർക്കൊക്കെ കൺഫ്യൂസ്ഡാണ്. കാരണം ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുമോ, പഠിച്ചാൽ തീരുമോ, അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ 9 മാസത്തെ നമ്മുടെ ലോങ് ടൈം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതായത് ജൂണിലെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജൂണിലെ പരീക്ഷയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ഡിസംബറിലെ പരീക്ഷ അല്ലെങ്കിൽ ജനുവരിയിൽ നടക്കാൻ പോകുന്ന പരീക്ഷ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി നിങ്ങൾ ആ പരീക്ഷ ഏറ്റവും അടുത്ത ചാൻസിൽ നിങ്ങൾ പാസ്സാകുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതുമാണ്. ഇനി നിങ്ങൾ ജൂണിലെ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ഡിസംബറിലെ പരീക്ഷ എഴുതി അത് ഒരു പ്രാക്ടീസായിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ കൂടെ കോഴ്സ് തുടരാം. ജൂണിലെ പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സുവർണാവസരം, അതായത് ഒരു പർച്ചേസ് വഴി 2 പരീക്ഷ എഴുതാൻ പറ്റുന്ന ഈ ഒരു സുവർണാവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഈ കോഴ്സിലൂടെ നമ്മൾക്ക് ഒരു ലോങ് ടൈം ബാച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കോഴ്സുകളും അല്ലെങ്കിൽ എല്ലാ മോഡ്യൂളുകളും വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും എക്സാമുകളുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെ എല്ലാ മോഡ്യൂളിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ആഴ്ചയിൽ 3 ലൈവ് ക്ലാസ്സുകൾ വെച്ച് 2 മണിക്കൂർ 6 മണിക്കൂർ ഒരു ആഴ്ചയിൽ ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. കൂടുതൽ പ്രോബ്ലം സോൾവിങ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, പുതിയ പുതിയ പ്രോബ്ലംസ്, പുതിയ പുതിയ ടാക്ടിക്സ്, പുതിയ പുതിയ കോൺസെപ്റ്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ കൂടുതൽ തിയറിപരമായിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ ആപ്പിലെ ക്ലാസ്സുകൾ. നമ്മൾ ഓരോ തവണയും നമ്മൾ ആപ്പിൽ അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും അല്ലേ. ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണത്തെ പരീക്ഷ കഴിയുമ്പോഴും ആ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ വീണ്ടും നമ്മൾ തിയറി പോർഷൻസ്, അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഈ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് 2 പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹമല്ല, നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം ജീവിതത്തെ സംബന്ധിക്കുന്ന നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റിസർച്ച് അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരായിട്ടും അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഗേറ്റ് വേ ആണ്. ഇപ്പോൾ പരീക്ഷയുടെ പ്രാധാന്യവും നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ തന്നെ ഇത്രയും പാടുപിടിച്ച ഫിസിക്സ് പരീക്ഷ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ സിവിൽ സർവീസിൻ്റെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ പോലും ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുക വഴി നിങ്ങൾക്ക് ഇനി നെറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ മെയിൻസ് എടുത്ത് ഫിസിക്സ് മെയിൻസ് എടുത്ത് സിവിൽ സർവീസിന് പോയാലും ഇതേ കോഴ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലോ ഇതിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിലോ യാതൊരു വിധത്തിലുള്ള നഷ്ടവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രോബ്ലം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ യു ഇൻ ദ ക്ലാസ്. താങ്ക് യു.